ഈ ഭൂമിയിൽ നാം ജനിക്കുന്ന നിമിഷം മുതൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്നാൽ നമ്മെ ദൈവിക പദ്ധതിയിൽ നിന്ന് അകറ്റുക എന്നത് അന്ധകാര ശക്തികളുടെ പ്രധാന ലക്ഷ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഒന്നുകിൽ ദൈവത്തിന്റെ കരത്തിലെ ആയുധമായോ അല്ല എങ്കിൽ ശത്രുവിന്റെ കരത്തിലെ ആയുധമായോ മാറ്റപ്പെടാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിൽ നാം ഒരു ആത്മീക പോരാട്ട കളത്തിലാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അദൃശ്യമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ഒരു വ്യക്തിയുടെ മേലും അന്ധകാരത്തിന്റെ ശക്തികൾക്ക് യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് നാം വിശ്വസിക്കുകയും കാൽവരി ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ മകനായി മകളായി മാറുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിന്റെ സാമ്രാജ്യത്തിന് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് സ്വർഗം നമ്മിൽ സന്തോഷിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരുടെയും തീരുമാനങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലെ നാളെ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നലകളിലെ പല തീരുമാനങ്ങളും കാരണമായിട്ടുണ്ട് എന്നും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാലം വിജയകരമായ യേശുവിനു വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ചെയ്യേണ്ടത് യേശുവിന്റെ ശബ്ദത്തിനു വേണ്ടി കാതോർക്കുക എന്നുള്ളതാണ്. ദൈവവചനം നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിച്ച് ഈ ദൈവത്തോട് ചേർന്ന് ജീവിതയാത്രയിൽ മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ അവയവങ്ങളെയും പാപത്തിനും ജഡീക മോഹങ്ങൾക്കും വിട്ടുകൊടുക്കുമ്പോൾ നാം നമ്മെ തന്നെ സാത്താന്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതെ, നാം മനുഷ്യരാ. പലപ്പോഴും നമുക്ക് പറയാനുള്ളത് നാം മനുഷ്യരാണ് എന്നുള്ള ഒരു കാരണമാണ്. എന്നാൽ നാം മനുഷ്യരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മെ നിയന്ത്രിക്കുവാനായി പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥനെ ദൈവം നമുക്കായി നൽകിയത്. പല കാര്യങ്ങളിലും നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരു സഹായകനായി ഈ പരിശുദ്ധാത്മാവ് നമുക്കായി പ്രവർത്തിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് നാം പറയുന്ന നിമിഷം മുതൽ യഥാർത്ഥമായി ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പലപ്പോഴും ഒരു വിജയാളിയായി ജീവിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവഗണിച്ചുള്ള ജീവിതമാണ് നമ്മുടേത് എങ്കിൽ തീർച്ചയായും നാം ഒരു പരാജയമായി തീരും. ശത്രുവിന്റെ പദ്ധതികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക. എന്നാൽ നമ്മോട് കൂടെ ഇരിക്കുവാൻ അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞുള്ള ജീവിതം തീർച്ചയായും ദൈവത്തിന്റെ കരത്തിലെ ഒരു ആയുധമാക്കി നമ്മെ മാറ്റുന്നതാകും. നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന്റെ ചിന്തകൾ വാഴുവാൻ നാം അനുവദിക്കുമ്പോൾ നാം അറിയാതെ നമ്മെ തന്നെ ശത്രുവിന്റെ അടിമയായി വിട്ടുകൊടുക്കുകയാണ് എന്ന് മറന്നുപോകല്ലേ. ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തനിയെ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന എത്ര വലിയ വിഷയവുമാകട്ടെ, ഇന്ന് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഏതൊരു അഡിക്ഷനെയും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവരാജ്യ മഹത്വത്തിനായി ദൈവം നമ്മെ ശക്തമായി എടുത്തുപയോഗിക്കുകയും ചെയ്യും. ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിയാത്ത കോപമായിരിക്കും നമ്മെ ഭരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവാത്മാവിനോട് ഒരു സഹായം ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ ഭരിക്കുന്ന കോപത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മെ വിടുവിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. എന്നു വേണ്ട നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊരു വിഷയവും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവാത്മാവിന്റെ സഹായം ചോദിക്കാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരു അനുഗ്രഹമാകും. മാത്രമല്ല നാം അനേകർക്ക് ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. റോമൻ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് താമസിച്ചിരുന്ന വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ ആത്മീക സമർപ്പണത്തിന്റെ സൈനിക മാനദണ്ഡങ്ങൾ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട്. സൈനിക സേവനങ്ങളെക്കുറിച്ചും യുദ്ധോപകരണങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു സമൂഹത്തോടാണ് പൗലോസ് സംസാരിക്കുന്നത്.
റോമർക്ക് എഴുതിയ ലേഖനം 6:12 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഇതുവരെ നമ്മെ വാണിരുന്ന ശക്തിയിൽ നിന്ന് നാം പുറത്തു വരണമെന്നും നമ്മുടെ മർത്യ ശരീരങ്ങളെ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കണമെന്നും അപ്പോസ്തലൻ നമ്മെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. പാപം നമ്മിൽ വാഴുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവമല്ല, പാപത്തിന്റെ ശക്തികളാണ് എന്ന് അപ്പോസ്തലൻ നമ്മെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മേൽ ആധിപത്യം പാപത്തിനല്ല, ശത്രുവിനല്ല, മറിച്ച് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6 നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 13 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, മറിച്ച് നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണമെന്ന് അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവവേദലേ, പലപ്പോഴും നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് അത് കഴിയാതെ വരുമ്പോൾ അവിടെയെല്ലാം സഹായിക്കാനായി കടന്നു വരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം ഒരിക്കലും അവഗണിക്കരുത്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ദൈവാത്മാവിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. റോമർക്ക് എഴുതിയ ലേഖനം 6:16 വളരെ വ്യക്തമായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മെ ഭരിക്കുന്നത് എന്ന ഭാഗം അപ്പോസ്തലനോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്: നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്നും അതുകൊണ്ട് നാം നമ്മെ തന്നെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, തീർച്ചയായും നമ്മുടെ ജീവിത യാത്രയിലെല്ലാം ഈ ദൈവാത്മാവിന്റെ നിയന്ത്രണം നാം അനുഭവിക്കും. തീർച്ചയായും നാം ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. അതെ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുമ്പോൾ, അസാധ്യമെന്ന് സകലരും പറയുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. ഇന്ന് തീരുമാനം നമ്മുടേതാ. ദൈവത്തിന്റെ കരത്തിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? എന്നോട് പറഞ്ഞ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിൽ നിറവേറാൻ നാഥ ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ്. ശത്രുവിന്റെ കരത്തിലെ ആയുധമായിട്ടല്ല, മറിച്ച് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ഇവർ മാറട്ടെ. ഇവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവരാജ്യത്തിന്റെ മഹത്വീകരണത്തിനായി ശക്തമായി ഇവരെ അങ്ങ് ഉപയോഗിക്കുമാറാകണം. ദേശങ്ങൾക്ക് ഇവർ ഒരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ അപ്പാ ഏൽപ്പിച്ചു തരുന്നു. കൃപ തോന്നണം, കരുണ തോന്നണം. ഈ ദിവസങ്ങളിൽ കൂടെയുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജയത്തിലേക്ക് കയറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.